നമസ്കാരം. രഞ്ജിത്സ് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. K-Tetറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സസ് ആണ് നമ്മൾ നടത്തുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ റെസ്റ്റോറേഷൻ ഡ്രാമ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം, റെസ്റ്റോറേഷൻ ഡ്രാമയെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഹീറോയിക് ഡ്രാമ എന്നും അതുപോലെ തന്നെ കോമഡി ഓഫ് മാനേഴ്സ് എന്നും. നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, വാട്ട് ഈസ് ദ ടേം ഫോർ എ ഹൈലി സെക്ഷുവലൈസ്ഡ് വിമനൈസിംഗ് മെയിൽ പ്രൊട്ടാഗണിസ്റ്റ് ഫൗണ്ട് ഇൻ എ റെസ്റ്റോറേഷൻ കോമഡി? ഏത് ടേമാണ് നമ്മൾ ഉപയോഗിക്കുക? എ റേക്ക് എന്നാണ്. എന്താണ് എ റേക്ക്? ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ പീരിയഡ് ഓഫ് റെസ്റ്റോറേഷൻ കോമഡീസ് ഇൻ ഇംഗ്ലീഷ് തിയേറ്ററിക്കൽ ഹിസ്റ്ററി? ഏതാണ്? Charles II retaking the throne of England. Okay, that's the correct answer. Next question, what is a major trait of restoration comedy? Plays were full of a variety of scene types, although professional actresses take the stage for the first time, and emphasis on highly sexual situations, although all of the above are true. നോക്കുമ്പോൾ ഈ പറയുന്ന ABC എല്ലാം ഇതിൽ വരുന്നതാണ്. റെസ്റ്റോറേഷൻ കോമഡിയുടെ മേജർ ട്രേറ്റ് ആയിട്ട് നമുക്ക് കാണാം. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആർ ട്രൂ എന്നുള്ളതാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് ഇയർ ഡിഡ് ദ റെസ്റ്റോറേഷൻ പീരീഡ് ബിഗിൻ? എന്താണ്? 1660. ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what was the effect of the restoration of 1660? എന്താണ്? The return of Charles III to England. ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not an example of restoration comedy? ഏതാണ്? മാർലോസ്, ഡോക്ടർ ഫോസ്റ്റസ്. ബാക്കിയെല്ലാം റെസ്റ്റോറേഷൻ കോമഡിയിൽ വരുന്ന dramas. Okay. Next question, who ascended the British throne during the glorious or bloodless revolution in 1688? Arana, William and Mary. Next question, who among the following is not a restoration playwright? Arana, Ben Jonson. Next question, what year was the play The Man of Maud written and staged? 1676. Next question, love gilds us over and makes us show fine things to one another for a time, but soon the gold wears off and then again the native brass appears. From which work of an author have these lines been taken? എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? അതായത് ലവ് ഇൻ എ വുഡ് ആണോ, അതോ ദ മാൻ ഓഫ് മോഡ് നിന്നുള്ള വരികളാണോ, ദ ഡബിൾ ഡീലർ എന്ന് പറയുന്ന ഡ്രാമയിൽ നിന്നുള്ള വരികളാണോ, ദ ഫോഴ്സ്ഡ് മാരേജ് എന്ന് പറയുന്ന ഡ്രാമയിൽ നിന്നുള്ള വരികളാണോ? ഏതാണ്? ദ മാൻ ഓഫ് മോഡ്, അതായത് ജോർജ് എതേഴ്സിന്റെ ദ മാൻ ഓഫ് മോഡ് എന്ന് പറയുന്ന ഡ്രാമയിൽ നിന്നുള്ള ലൈൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം. ഓക്കെ. Next question, it is my maxim, he is a fool that marries, but he is a greater that does not marry a fool. From which work of another have these lines been taken? ഏതാണ്? The Country Wife, അതായത് വില്യം വിച്ചർലിയുടെ The Country Wife എന്ന് പറയുന്ന ഡ്രാമയിലെ വരികളാണ് നമ്മൾ ഈ വായിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, but say what you will, it is better to be left than never to have been loved, to pass our youth in dull indifference, to refuse the sweets of life because they once must leave us, is a preposterous as to wish to have been born old because we one day must be old. From which work of another have these lines been taken? ഏത് ഡ്രാമയിൽ നിന്നാണ്? The
വേ ഓഫ് ദ വേൾഡ്. വില്യം കോൺഗ്രീവിന്റെ ദ വേ ഓഫ് ദ വേൾഡ് എന്നുള്ള വരികളാണ് നമ്മൾ ഈ കണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. Music has charms to soothe a savage breast, to soften rocks or bend a knot oft. I have read that things inanimate have moved, and as with living soul have been informed by magic numbers and persuasive sound. Which Restoration Age writers' lines are these? ആരെയാണ്? വില്യം കോൺഗ്രീവിന്റെ. വില്യം കോൺഗ്രീവ്. Next question. How I should despise such a thing if I were a man? What a nose she has, what a chin, what a neck. Then her eyes and the words kissing lips in the universe. From which work of an author have these lines been taken? The Provoked Wife. ജോൺ വാൻ ബ്രന്റെ The Provoked Wife എന്ന് പറയുന്ന ഡ്രാമയിലുള്ള വരികളാണ് നമ്മൾ വായിച്ചത്. Next question. We are the men of intrinsic value who can strike our fortunes out of ourselves, whose worth is independent of accidents in life or revolutions in government. We have heads to get money and herds to spend it. From which composers' work have these lines been taken? ഇവിടെ നിന്നാണ് ജോർജ് ഫർഖാന്റെ ഡെബ്യൂട്ട് സ്ട്രാറ്റജം എന്ന് പറയുന്ന വർക്കിലുള്ള വരികളാണ് നമ്മൾ ഈ വായിച്ചത്. ഓക്കെ, അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ. Next question. Nature well drawn and wit must now give place to gaudy nonsense and to dull grimace. Nor is it strange that you should like so much that kind of wit, for most of yours is such. Which of the following dramatists in which of his or her works has had the above lines? George Adorjinde The Man of Moda. That's the correct answer. Next question. Marrying to increase love is like gaming to become rich. Alas, you only lose what little stock you had before. Which of the following dramatists in which of his or her work has had the above lines? വില്യം വിച്ചർലിയുടെ കൺട്രി വൈഫ് എന്ന് പറയുന്നതിനകത്ത് വരികളാണ് നമ്മൾ ഈ വായിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All well-bred persons lie. Besides, you are a woman. You must never speak what you think. Which of the following dramatists in which of his or her works has had the above lines? വില്യം കോൺഗ്രീവിന്റെ ലവ് ഫോർ ലവിലുള്ള ലൈൻസ് ആണ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A poet is a painter in his way. He draws to the life, but in another kind we draw the nobler part, the soul and the mind. The pictures of the pen shall outlast those of the pencil and even worse themselves. Which of the following dramatists in which of his or works has had the above lines? അഫ്ര ബെന്റെ ഒറോണോക്കോ എന്ന് പറയുന്ന ആ വർക്കിലുള്ള വരികളാണ് നമ്മൾ ഈ കണ്ടത്. ഇത് ഇത്രയും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ചോദിക്കാം പരീക്ഷയ്ക്ക്. എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.